ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വാനഗര മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വച്ചിട്ട് ഇന്നൊരു ഞണ്ട് കറി ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കൂടി വീഡിയോ ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ താമസിക്കുന്ന ചെന്നൈയിലാണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. അപ്പം സാറ്റർഡേ സൺഡേ ആണ് നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ പോകുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാവരും ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് നമുക്ക് കിട്ടും. ഇവിടെ അടുത്ത് ചെറിയ മാർക്കറ്റുണ്ട്, പക്ഷെ അവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ ചില സമയങ്ങളിലേ കിട്ടാറുള്ളൂ. ചിലപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് ഈ ഞണ്ടിലെല്ലാം തന്നെ റബ്ബർ ഇട്ടിരിക്കുന്നത് കണ്ടത്. അപ്പം എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു, ഇനി ഇത് ജീവനുള്ളതാണോ എന്നുള്ളത്. അങ്ങനെ ഞാൻ പതിയെ പതിയെ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി അതിന് ജീവനുണ്ടോ എന്നുള്ളത്. പക്ഷെ അതെല്ലാം ഡെഡായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെയും റബ്ബർ എടുത്തിട്ട് അതിൻ്റെ കാലുകളെല്ലാം സെപ്പറേറ്റ് ആക്കി വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഇതിനെ ഞാനിപ്പോൾ റോസ്റ്റാക്കിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള സാധനമാണ് കറിവേപ്പില. അപ്പോൾ നമുക്ക് കറിവേപ്പില ഇല്ലാതെ ഒരു കറിയും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കറിവേപ്പില, പിന്നെ നമ്മളിതിനകത്തേക്ക് ചെറിയ കൊച്ചുള്ളി, അത് ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ സവാള ഞാൻ ഏകദേശം ചെറിയ സവാളയാണ്, അതൊരു 4 എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ, അതുപോലെ തന്നെ ഗാർലിക്ക്. അപ്പോൾ ജിഞ്ചർ ഞാൻ ചതച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഗാർലിക്ക് മുഴുവനായിട്ട് തന്നെ ഇതിനകത്തേക്ക് ചേർക്കാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന പൊടികൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, കാരണം ഞാൻ ഇതിനകത്ത് കൂടുതൽ ചേർക്കാൻ പോകുന്ന കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ, ഒരു 3/4 ടേബിൾ സ്പൂൺ മാത്രമേ അതായത് മുളക് പൊടി ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഒരു തക്കാളിയാണ് ഞാൻ ചേർക്കുന്നത്. പുളി കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വാടണം. ആ തക്കാളി എല്ലാം തന്നെ അതിനകത്തൊന്ന് ചേർന്ന് അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങി വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി അതിനകത്തേക്ക് ഞണ്ട് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഞണ്ടിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു 1/2 കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിലോ കണക്കിനാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് നമ്മുടെ സ്ഥലത്ത് ഞാൻ താമസിക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത് വർക്കലയാണ്, ട്രിവാൻഡ്രത്ത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കിലോ കണക്കല്ല വരുന്നത്. അപ്പോൾ നമ്മൾ എമൗണ്ട് കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ കിലോ കണക്കിന് ഇവിടെ വന്നിട്ട് ക്യാഷ് കൊടുക്കുന്നതനുസരിച്ചിട്ടല്ല, കിലോ കണക്കിനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ 1/2 കിലോയാണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് ഞണ്ടെല്ലാം ഇതിനകത്തൊന്ന് ഇളക്കി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. പിന്നെ ഇതൊന്ന് ബോയിലായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പിന് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഞാൻ ഓരോ ടൈമിലും കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിക്കനുസരിച്ചിട്ട് കുരുമുളക് ചേർക്കുക, കാരണം ഞണ്ടിന് കുരുമുളക് ഇടുകയാണെങ്കിൽ അത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ചേർത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്കെന്തോ ഇത് ഓക്കെ അല്ലേ, ഞണ്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തോന്നി. പക്ഷേ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കറക്റ്റ് ടേസ്റ്റ് വരാതിരുന്നതായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഞണ്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിച്ചു. അപ്പോൾ ഇത് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് കുറച്ചധികം സമയം എടുത്ത് തന്നെയാണ് വേവിക്കാനായിട്ട് വെച്ചത്. ഇതിനിടയിൽ ഞാൻ കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഒരു ബ്ലാക്ക് കളർ വരുന്ന ടൈം വരെ ഞാൻ അങ്ങനെ തന്നെ അടുപ്പിൽ വയ്ക്കും. ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്, അടി പിടിക്കാതെ നോക്കണം. അപ്പം വീണ്ടും ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. രണ്ടാമത് ഞാൻ നോക്കുന്ന സമയത്ത് നല്ല ഒരു ഞണ്ടിൻ്റെ നല്ല ടേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് കാരണം വീണ്ടും ഞാനൊന്ന് അടച്ചു വെച്ച് വീണ്ടും ഞാൻ വേവിക്കാനായിട്ട് വെച്ചായിരുന്നു. അപ്പോൾ നമുക്ക് അതായത് വെള്ളം ഒരുപാട് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം. അതല്ല തിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വയ്ക്കാം. കാരണം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു മണവും സത്തും എല്ലാം ഇറങ്ങി സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാനിതൊരു 2-3 തവണ
അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് അങ്ങനെ തന്നെ അത് വേവിച്ചെടുത്തു. അങ്ങനെ ലാസ്റ്റ് നല്ല ബ്ലാക്കായിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമെല്ലാം വറ്റുന്നത് വരേക്കും ഞാൻ അടുപ്പിൽ തന്നെ വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കറുത്ത ഒരു കളർ വരുന്ന ടൈം വരെ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ എന്തെന്ന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മല്ലിയില വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ മല്ലിയില കൂടി ചേർത്തായിരുന്നു. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.